അപ്പോൾ ഇന്ന് നമ്മൾ ഫത്തേ എന്ന് പറഞ്ഞ സോനു സൂദിൻ്റെ മൂവിയുടെ ട്രെയിലർ ഒന്നാണ്. നമ്മൾ ആക്ച്വലി ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു പോകാം. ടീസർ ഭയങ്കര രസമുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? നല്ല ഒരു ആക്ഷൻ പരിപാടിയാണ് മൊത്തത്തിൽ. സോ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ട്രെയിലർ കമൻസൊക്കെ പൊളിയാണ്. ട്രെയിലറിൻ്റെ കമൻസൊക്കെ വായിച്ച് ഫസ്റ്റ് ആനിമൽ, സെക്കൻഡ് കില്ല്, തേർഡ് മാർക്കോ നൗഫത്തെ കളിക്കുക. ऐसी एजेंसी का हिस्सा थे जहां से पहले एक फोन आता था और बाद में एक कॉल. कभी नहीं पूछा किसे मारना है, क्यों मारना है, सही हो या गलत, बस मारना था. പേരാണോ ഫത്തെ? फतेह एक ख्याल है, अच्छे लोगों के साथ बुरा तो नहीं होता. तुम्हें पता है बराबर अपने बंदों को बुरे वक्त में कभी अकेला नहीं छोड़ता. कोई अच्छा बुरा नहीं होता, होते हैं सिर्फ बदकिस्मत लोग. एक्शन. चाइनीज साइबर माफिया इंडिया में फेक ऐप्स इसी ग्रुप ने मार्केट में इंट्रोड्यूस किया है. मेरे गांव की लड़की और कुछ दिनों से गायब है. गैंगमैन का काम नहीं बैठी, गलत केस. एक दिन के अंदर अपनी और साइबर क्राइम की दुकान बंद कर. एक दिन थोड़ा कम नहीं. उससे ज्यादा तेरी औकात नहीं है. फतेह का समय आ गया. आप लोगों में चाय कौन कौन पी रहे? शुगर, विदाउट शुगर. चाय पी लेनी चाहिए. अगली बार किरदार ईमानदार रखना. जनाजा शानदार निकलेगा. തിയേറ്റേഴ്സ് കൊന്നിട്ടാണെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾ എത്തിക്കുന്ന കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ആരെ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കുമെന്നുള്ള മത്സരത്തിൽ നടക്കുമെന്ന് തോന്നി. ഇപ്പൊ മോളിവുഡ് ജയിച്ചു നിൽക്കുകയാണ്. ഫത്തേ ഒരു പരിപാടി ചെയ്യാം. ചോരയുടെ വില കുറഞ്ഞ് ജയിക്കാൻ തോന്നുന്നു. വെറുതെ രക്തം അല്ലേ? അല്ല, ഇതിനകത്ത് ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ കുറച്ച്, അതായത് നമ്മളൊരു കുത്ത് കഴിഞ്ഞാൽ അത് കട്ട് വരാതെ കുത്തിയിട്ട് പിന്നെ അതേ തോണ്ടി മറ്റേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫൈറ്റ് കുറച്ചുകൂടെ കാണാൻ പറ്റുന്ന ലൈനായിരിക്കും. അതെ, വൈഡ് ആ ലൈനാണ്. ടീസറിലുണ്ടായിരുന്നു ഈ മോഡേൺ കുറച്ച് മറ്റേ ഹോളിവുഡ് ആക്ഷൻ സീൻസിലൊക്കെ ഉള്ള വൈഡായിട്ട് വെച്ചിട്ട് അത് ഇങ്ങനെ മൂവ് ചെയ്യാൻ ആ സംഭവം കുറച്ചധികം കണ്ടു. പിന്നെ പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടറുകളുടെ ഡെബ്യൂട്ടല്ലേ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെ, കാണാൻ ഒരു പക്ക നല്ല, പിന്നെ ഭയങ്കര ഇൻസ്പയർഡ് ഫീൽ ഉണ്ട്. മറ്റേ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മറ്റേ മ്യൂസിയത്തിന്റെയും നമ്മുടെ ഇവിടുത്തെ സെറ്റിങ്ങിനൊക്കെ കുറച്ചുകൂടെ ഹോളിവുഡിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയത് പോലെ. പക്ഷെ എന്തായാലും അതും അവിടെ പക്ഷേ വയലൻസ് കുറഞ്ഞു തോന്നുന്നു. ഹോളിവുഡിലല്ലേ കുറച്ച് കോമഡി ഉണ്ട്. പക്ഷെ ആ സ്ഥലത്ത് ഈ ചോര കാണിക്കുന്ന ഒരുപാട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നു. പക്ഷെ ആ സ്ഥലത്തിന്റെ ആ സീക്വൻസ് കണ്ടിട്ട് എനിക്ക് മറ്റേ ജോൺ അബ്രഹാമിന്റെ ഒരു പടം ഉണ്ടായിരുന്നില്ല, നമ്മുടെ മറ്റേ റോക്കി ഹാൻസ് ഉണ്ട്, മറ്റേ മറ്റേ കാക്കയുടെ ഒരു ഫോഴ്സിന്റെ സെക്കൻഡ് ഇറങ്ങിയില്ലേ, അതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് അല്ല ഇത് കൊള്ളാം. ഇതിപ്പോ അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പൊ ഈ ആക്ഷൻ പടത്തിനോട് ഭയങ്കര വലിയൊരു ഭ്രമമുണ്ട്.
അപ്പോൾ അതിന് നല്ല രീതിയിൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടറ ആക്ഷൻ എന്നുള്ള സെറ്റപ്പ്. പിന്നെ കുറച്ച് മറ്റേ ഹാർഡ് കോർ ഹൺട്രി സീൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് കാണാൻ ഓക്കെയാണ്. മൊത്തം തലവേദന എടുക്കും. കിങ് ഓഫ് പത്തേ ഉണ്ടായിരുന്നത് അത് കേട്ടോ, അത് കഴിഞ്ഞിട്ടേ ഉള്ളു അതൊക്കെ. സോനു സൂദിന്റെ എക്സ്പീരിയൻസ് പടത്തിൽ നല്ല കാണാൻ. അതെ, പുള്ളിക്കാരൻ ഒരുപാട് സിനിമകളിൽ നിന്ന് ഒരുപാട് പടങ്ങളിൽ വില്ലനായി വന്ന് ഒരുപാട് ഇടി വാങ്ങിച്ച് ഒരുപാട് തവണ മരിച്ച പുള്ളി നായകനായിട്ടും വന്നിട്ടുണ്ട്. തുടക്കമൊക്കെ നായകനായിട്ടും കണ്ടാണെന്ന് തോന്നുന്നു. ആണ് മറ്റേ അത്യാവശ്യം നല്ല ബാലൻസ് ഉണ്ട്. ഈ ഇമ്രാൻ ഹാഷിമിയുടെ ഒരു ആക്ഷനും കുറച്ച് പഞ്ച് ഡയലോഗ് ഉണ്ട്. ഇമ്രാൻ ഹാഷിമിയുടെ ഒരു അതിനകത്ത് ചെറിയ humor അല്ല ഇമ്രാൻ ഹാഷിമിയുടെ ഒരു പടം ഉണ്ടായിരുന്നില്ല നമ്മുടെ പണ്ട് നമ്മളെ മറ്റേ അമ്മമാര് കാണിക്കാത്ത ഒരു പാട്ടൊക്കെ ഉള്ള. വേറെ യൂണിവേഴ്സിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അതെ അതെ. അല്ല അതിനകത്താണെന്ന് തോന്നുന്നു പുള്ളി നായകനായിട്ട് ആദ്യം വന്നു. സോനു സൂദ് ഉണ്ട് അതിനകത്ത്. ആഷിഖ് ബനായ. അതില്ല വേറൊരു പടത്തിലാണ് ഇവര് 3 പേര് അല്ലേ? അല്ല അതിനകത്തല്ലേ നായികയും സോനു സൂദും ഇമ്രാൻ ഹാഷിമും കൂടെ ഒരു പടം. നമ്മള് പേര് നോക്കാറില്ലല്ലോ, വീഡിയോ കാണാറില്ല. പാട്ടിലെ കാണുന്നുള്ളൂ, പടം കാണുന്നില്ലല്ലോ. പടം കാണുന്നില്ലല്ലോ, ഹിന്ദി മനസ്സിലാവാത്ത പ്രായത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ വിഷ്വലി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാം. ആ പാട്ട് സ്കൂളിൽ പാടിയ ടീച്ചറിനോട് തല്ലും. പാട്ട് പാടുകയല്ലേടാ, കാണിക്കുന്നില്ലല്ലോ. പാട്ടൊക്കെ പാടുമായിരുന്നല്ലോ നീ. പോയി വിഷയത്തിൽ നമ്മൾ തെന്നി മാറിയിരിക്കുന്നു. പടത്തിലേക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആശിക്കുമാരയിലേക്ക് പോയത് നൊസ്റ്റാൾജിയിലേക്ക് കടന്നു ഇവരെല്ലാം കൂടെ. അപ്പോൾ ഏതായാലും പടം ജാനുവരി 10-ാം തീയതി സ്റ്റൈലൈസ്ഡ് ഹൈപ്പർ വയലന്റ് മൂവി. അതെ, ഇപ്പൊ നെക്സ്റ്റ് ഇയർ തുടങ്ങുന്നത് ബോളിവുഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണെന്ന് തോന്നുന്നു. 10-ാം തീയതി ജനുവരി 10. നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരിക്കാം ബോളിവുഡിലും. ഞാൻ ഇപ്പൊ ഇതും എനിക്ക് ആസാദിന്റെയും കുറച്ച് അവര് ചെയ്ത് ശീലിച്ച സാധനം എല്ലാവർക്കും തോന്നിയായിരുന്നു. ഒരു കുതിര അങ്ങനെയൊക്കെ നമ്മുടെ അജയ് ദേവ്ഗണിന്റെ മകന്റെ അങ്ങനെ കുറച്ച് പടങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട്. അപ്പൊ അടുത്ത വർഷത്തിൽ ഇനി എന്തൊക്കെയാണ് നമ്മൾ സഹിക്കാതിരിക്കുന്നത് കണ്ടറിയണം. തെലുങ്കിന്ന് മാത്രം ഒരുപാട് പരിപാടികളില്ലെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഒരു 10-100 സിംഗം 5 ഒന്നും വരായിരുന്നു മതി. സിംഗം 5 ഒന്നും വരായിരുന്നു മതി. ഏത് സിംഗം 5? മലയാളം, സിംഗം വീണ്ടും അല്ല ഹിന്ദി അതൊന്നും പറയാൻ പറ്റില്ല. ലോഹിത് ഷെട്ടിക്ക് തമിഴിൽ നിന്നും കുറച്ച് നല്ല അനൗൺസ്മെന്റ്സ് ഉണ്ട്. തെലുങ്കൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇപ്പം. തെലുങ്ക് മറ്റേ ഓജി ഉണ്ടെന്ന് തോന്നുന്നു. ഓജി അത് കുറച്ച് നാളെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഇല്ല ചെയ്തിട്ടില്ല. ഡാക്കു മഹാരാജ ഉണ്ട്. മഹാരാജ അതുള്ളപ്പോ ബാക്കി അത് കൊള്ളാം. അതിന്റെ ടീച്ചർ ഭയങ്കര നമ്മള് നല്ല രസമുള്ള സാധനമാണ്. 6 മാസത്തേക്കുള്ളതുണ്ടല്ലോ അത്. പിന്നെ 2025 ഒരു പകുതി വരെ ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ഏതായാലും ജാനുവരി 10-ാം തീയതി ഫസ്റ്റ് റിലീസാണ്. അപ്പോൾ ബോളിവുഡിന്റെ അടുത്ത വർഷം തുടക്കം കുറിക്കാനുള്ള ഒരു വെട്ടിക്കെട്ട് പടമാവും നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം.